ശ്രീ സുരേഷ്, 5 വർഷം മുമ്പ് ഇന്ന് ശ്രീകാന്ത് അഭിമുഖമെടുത്ത RVS മണിയെ 5 വർഷം മുൻപ് അങ്ങ് ഇന്റർവ്യൂ ചെയ്തിരുന്നു. വളരെ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയതുപോലെ തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി ഒരു നിരന്തര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സുഹൃത്താണ് താങ്കൾ എന്നാണ്. എന്താണ് ഇന്ന് ജനം TV പുറത്തുവിട്ട ആ വാർത്തയെക്കുറിച്ച് താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ? ഇത് ഞാൻ RVS മണിയായിട്ട് ഹൈദരാബാദിൽ ഞാൻ വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. ബിക്കോസ് ഈ ഒരു ഡിബേറ്റ് ജനം TV ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അദ്ദേഹമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അഹമ്മദിന്റെ കാര്യം ചോദിച്ചു. അഹമ്മദിന്റെ കാര്യം എനിക്ക് അറിയാം. അതിനു മുമ്പ് 6 കൊല്ലം മുമ്പ് ഞാൻ ജനം TV അന്ന് തിരുവനന്തപുരത്ത് നടത്തിയ ഇന്റർവ്യൂ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അത് എഡിറ്റിംഗിൽ ആ പാർട്ട് വന്നിരുന്നു, 2 പാർട്ട് വന്നില്ല. അതിലൊരു മലയാളം സിനിമകളെ പറ്റി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ അഹമ്മദിനെ പറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതേ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇന്നുകൂടി റിഫ്രഷ് ചെയ്ത് ചോദിച്ചു, ഇത് ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയെ പറ്റിയിട്ടാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കറക്റ്റ് ആണ്. ഇതെന്താ ഉണ്ടാവുന്നുണ്ട്, ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ മിനിസ്റ്ററും 2 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇവർക്ക് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി എന്ന് വരുന്ന നോട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ബിക്കോസ് ഇത് ക്യാബിനറ്റ് കമ്മിറ്റിയിൽ നടക്കുന്ന ഒരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആണ്. അപ്പോൾ നാച്ചുറലി ഫോറിൻ മിനിസ്റ്റർ ഇത് അറിഞ്ഞിരിക്കണം. നാളെ പാകിസ്ഥാനെ പറ്റി എന്തെങ്കിലും ഒരു കോമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പറ്റിയുണ്ടോ, അല്ലെങ്കിൽ ഏത് ഇതായാലും ഫോറിൻ മിനിസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കും. ഇതൊരു വല്ലാത്തൊരു വലിയൊരു സീക്രട്ട് ആയിട്ടുള്ള നോട്ടാണ്. ഇത് പുറത്തു പോകാൻ പാടില്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലും ഇത് വലിയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. പക്ഷെ അന്ന് അഹമ്മദ് മാത്രമല്ല, ഇത് കഴിഞ്ഞുണ്ടായ 2 മന്ത്രിമാരെയും പാകിസ്ഥാൻ ചാരസംഘടനയെ ISI പെടുത്തി. അതിനെപ്പറ്റിയുള്ള തെളിവുകളുണ്ട്. ആ 2 മന്ത്രിമാരാണ് ശശി തരൂരും MJ അക്ബറും. അപ്പൊ ഇത് അഹമ്മദിൽ നിൽക്കുന്നില്ല. പക്ഷെ അഹമ്മദിൽ നിൽക്കാൻ കാരണം വേറെ ഒന്നുണ്ട്. അഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഒരു ISIയുടെ ഒരു ചീഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് അതിന്റെ പേര് എനിക്ക് മണി സാറിന്റെ അടുത്ത് കിട്ടി. മണി സാർ പറഞ്ഞ പ്രൂഫ് വേണമെങ്കിൽ, അദ്ദേഹം പുസ്തകം എഴുതിയിട്ട് 8 കൊല്ലായി. ഇതുവരെ ഒരാളും അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ട്. അപ്പൊ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, അതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതികരണം ഉണ്ടായത്, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന്. കൊടുക്കട്ടെ, അത് അവർ മണി സാർ പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. അപ്പൊ അവർ പുറത്ത് അവർ പെടും ശരിക്കും. ബിക്കോസ് ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ ഇത് നോട്ട് ഉണ്ട് അവിടെ. ഇത് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ, സുജാത് പാഷ എന്ന് പറഞ്ഞ ISIയുടെ ഒരു ചീഫ് ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആ വിസ റിജക്ട് ചെയ്തു. ഇത് അഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പാകിസ്ഥാൻ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു. വേറൊരു പാസ്പോർട്ടും വേറൊരു പേരും വെച്ച്. അത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് അവിടുന്ന് കണ്ടുപിടിച്ചു. നേപ്പാളിൽ തന്നെ ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതും, പിന്നെ അവിടുന്നുള്ള നേപ്പാളിൽ നിന്ന് ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത് ഉത്തർപ്രദേശിൽ കൂടി ഡൽഹിക്ക് എത്തി. ഞാൻ ഇന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഇദ്ദേഹം താമസിച്ചത് അഹമ്മദിന്റെ വീട്ടിലായിരുന്നു. ആ റെക്കോർഡും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അടുത്തുണ്ട്. ബിക്കോസ് ഏത് വിസിറ്റർ മന്ത്രിയെ കാണാൻ വന്നാൽ അവർ ഡീറ്റെയിൽസ് അതിൽ എൻട്രി ചെയ്യും. പക്ഷെ എൻട്രി ചെയ്ത് ഇയാളുടെ ഫേക്ക് ആയിട്ടുള്ള പേരായിരുന്നു. പക്ഷെ ആ പേരാണ് പിന്നെ നേപ്പാളിൽ നോക്കിയപ്പോൾ അവിടുത്തെ റെക്കോർഡിൽ മാച്ച് ആയത്, ബോർഡർ ക്രോസിംഗിൽ വെച്ചിട്ട്. അപ്പൊ ഇത് ഇവര് കേസ് കൊടുക്കണമെങ്കിൽ മണി സാർ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെടും. ബിക്കോസ് ഈ റെക്കോർഡെല്ലാം അവിടെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അഹമ്മദ് ഇന്ന് ഇല്ല, അദ്ദേഹം മരിച്ചു. പക്ഷെ റെക്കോർഡ് പോവില്ല, റെക്കോർഡ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ 2 പേരുകൾ, അത് വേണം ഡിബേറ്റിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എടുക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് MJ അക്ബറിനെയും ശശി തരൂരിനെയും ഇതിൽ പെടുത്തിയെന്നുള്ളത്. അത് നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് വരാം. അങ്ങ് പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. പാക് ISIയുടെ തലവൻ രാജ്യത്തെ ഒരു വിദേശകാര്യ സഹമന്ത്രിയുടെ വീട്ടിൽ അതിഥിയായി വന്ന് അവിടെ താമസിച്ചു. അതായത് നേപ്പാൾ വഴി കടന്ന് അഹമ്മദ് താമസിച്ചിരുന്ന ആ വീട്ടിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായും രേഖകൾ ഉണ്ടാകണമല്ലോ. ആ രേഖകൾ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ബഹുമാനപ്പെട്ട RVS മണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അഹമ്മദ് മരണപ്പെട്ടാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിന്, അതിലൊരു അന്വേഷണം നടത്തുന്നതിന് ഒന്നും ഒരു തടസ്സമാകില്ലല്ലോ. ഇല്ല, തടസ്സമാകില്ല. ഇതിപ്പോ 26/11 നടന്നപ്പോൾ ഇന്ന് ഞാൻ കുറെ ചാനലിൽ, അവിടുത്തെ തെലുങ്ക് ചാനലിൽ ഈ ഡിബേറ്റിന് പോയിരുന്നു. ബിക്കോസ് ഞാൻ RVS മണിയായിട്ട് വളരെ ക്ലോസ് ആണ്. അദ്ദേഹമായിട്ട് ഞാൻ ഒരു 6-7 ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഒന്ന് ജനം TVയിലും, പിന്നെ ബാക്കിയുള്ളത് അവിടുത്തെ ലോക്കൽ ഹൈദരാബാദിലെ ചാനലുകളായിട്ട്. അദ്ദേഹം ഹൈദരാബാദിലേക്ക് റെഗുലറായിട്ട് വന്നിട്ടിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്കറിയാം. ഓഫ് ദ റെക്കോർഡും പറയും. ചിലത് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ വരുന്ന കാരണം
അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ RTA ഫയൽ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. രാഹുൽ ശിവശങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് അദ്ദേഹം CNN-ലാണ്, തോന്നുന്നു CNN News 18, അദ്ദേഹം ന്യൂസ് എക്സിലായിരുന്ന സമയത്ത് ഇതിനെപ്പറ്റി, ദാറ്റ് ഈസ് 2611-നെ പറ്റിയിട്ട് അദ്ദേഹം ഒരു RTA ഫയൽ ചെയ്ത് കുറെ ഇൻഫർമേഷൻ അതിന് എടുത്തായിരുന്നു. ഇപ്പൊ ഈ ഇൻഫർമേഷൻ കിട്ടാൻ അധികം സമയം പിടിക്കില്ല. ബിക്കോസ് ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എസ്പെഷ്യലി ജൂനിയർ മിനിസ്റ്റേഴ്സ്, സീനിയർ മിനിസ്റ്റേഴ്സിനെ തൊടാൻ പറ്റില്ല, ബിക്കോസ് അവർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ ജൂനിയർ മിനിസ്റ്റേഴ്സിനെ ഇവരെന്ത് ചെയ്യുന്നതാണ്, ആദ്യം പാകിസ്ഥാനിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ ഒരു കോപ്പൻഹേഗനിൽ ഒരു കോൺഫറൻസ് നടത്തും, അല്ലെങ്കിൽ ദുബായിൽ ഒരു കോൺഫറൻസ് നടത്തും, പിന്നെ അവിടെ ഒരു സ്പീക്കറായിട്ട് വിളിക്കും, അവിടെ ഇവരെ കാണും. അങ്ങനെയാണ് ഇതിന്റെ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണത്. ഇവർ ഡയറക്റ്റ് ആയിട്ട് ഇവർ കാണില്ല. ഇതേമാതിരി നടന്നാണ് കുറെ മീറ്റിംഗ് ഇതേമാതിരി. നമുക്ക് അറിയാം, ഇറാന്റെ ഇപ്പോഴത്തെ ഒരു എക്സ് പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് ജനാദ് എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇറാനിലെ ഭരണഘടന മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാനായിരുന്നു ഇസ്രായേലിന്റെ പ്ലാൻ. അദ്ദേഹത്തെ മീറ്റിംഗ് നടത്തിയത് ഒരു ഫോറിൻ കൺട്രിയിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ പറയാൻ കാരണം, ഇതാണ് ഒരു കോൺഫറൻസസ്. ഈ കോൺഫറൻസ് നടത്തുന്നൊക്കെ സ്പോൺസർ ചെയ്യണതും ടിക്കറ്റ് കൊടുക്കണതും, അഫ്കോഴ്സ് മന്ത്രിമാർക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല, പക്ഷെ പറയണത് ഇവർ പോണതല്ല ഇതിനു വേണ്ടിയിട്ട്. അവിടെ വെച്ചിട്ടാണ് ഈ കോൺടാക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതില് ശരിക്കും പെട്ടത് MJ അക്ബറാണ്. അത് ശരിക്കും വല്ലാത്തൊരു കഥയാണത്. MJ അക്ബർ പെട്ടത് ശരിക്കൊരു ഹണി ട്രാപ്പിലേക്ക് പെട്ടു അദ്ദേഹം. പക്ഷെ പിന്നെ കോടതി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അടുത്ത സെക്ഷനിൽ. പക്ഷെ ഇത് നടക്കാൻ കാരണം എന്താണ്, ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ നോട്ട്സ് വേണം. നമുക്കറിയാം, ഇപ്പൊ അടുത്ത് തന്നെ ഒരു മെക്ഗാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് ഓത്തർ ഉണ്ട്. അദ്ദേഹം 2025 ഒരു പുസ്തകം എഴുതിയിരുന്നു. ഞാൻ എൻ്റെ കോപ്പി ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്നൊരു 2 ആഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ MO മത്തായി തൊട്ട് ഇന്ദിരാഗാന്ധി ക്യാബിനറ്റിൽ 6 മന്ത്രിമാർ വരെ CIAയുടെ പേറോളിലായിരുന്നു. 8 പേര് KGBയുടെ പേറോളിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ്. ഇന്ദിരാഗാന്ധി ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അത് CIAയുടെ കയ്യിലെത്തും. അങ്ങനെയാണ് അവർക്ക് കുറെ ഭാരതത്തിൽ നടന്ന ന്യൂക്ലിയർ ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയത് അവർക്ക്. അപ്പൊ ഇതൊരു പഴയ ട്രേഡാണിത്. ഇത് പിടിച്ചു നിർത്താൻ വല്ലാത്ത കഷ്ടമാണിത്. പക്ഷെ RVS മണി ഇത് പറഞ്ഞത് ഒരു തെറ്റ്. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മനസ്സിലാക്കി. മുസ്ലിം ലീഗോ വേറെ ആരായാലും അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്യും, അത് ചെയ്യും. നിങ്ങൾ പുസ്തകം വായിക്കപ്പ അതിലുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ എന്താ അന്ന് കേസ് ഫയൽ ചെയ്യേണ്ടിരുന്ന ആരും ഫയൽ ചെയ്യില്ല. ബിക്കോസ് ഒരിക്കൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മണി സാറിന് അറിയാം ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ അവർ തരും, ചിലപ്പോൾ തരില്ല. ബിക്കോസ് ഇത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ വരുന്ന കാരണം ചിലപ്പോൾ പുറത്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കുകയാണെങ്കിലും ഒക്കെ RTA ആക്ട് പ്രകാരം വേണം ചോദിച്ചെടുക്കാം. സമയമെടുക്കും, പക്ഷെ കിട്ടും ഡാറ്റ എന്തായാലും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസുകളിൽ ഉണ്ട് എന്നാണ് RVS മണി വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു വെക്കുന്നത്.